ഹലോ ഹായ്, ഐ ആം സഞ്ജയ് സുബ്രഹ്മണ്യ. വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. ടെക് സൊല്യൂഷൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന ആ ഒരു ടോപ്പിക്കിലെ കാലണ്ടർ എന്നൊരു പുതിയൊരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ റീസണിങ്ങിൽ വരുന്ന ക്ലോക്ക് എന്നുള്ള ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയൊരു ചാപ്റ്ററാണ് കാലണ്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് കാലണ്ടർ എന്ന് നോക്കാം, അല്ലെങ്കിൽ കാലണ്ടറിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ കാലണ്ടർ എഴുതിയിട്ടുണ്ട്. അതായത് നമുക്കറിയാമല്ലേ കാലണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് കാലണ്ടർ എന്ന് പറഞ്ഞാൽ അല്ലേ. അതായത് നമ്മുടെ ഡേറ്റോ അല്ലെങ്കിൽ ഡേ ഒക്കെ നമ്മൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ചാർട്ടാണ് കാലണ്ടർ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശകലനം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് ചെറുപ്പം തൊട്ടേ അല്ലെങ്കിൽ നമുക്കൊരു വിവരം വെച്ച പ്രായം തൊട്ട് നമുക്ക് എന്തറിയുന്നുണ്ടാവും, കാലണ്ടറിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാലണ്ടറിൽ തന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് നമ്മുടെ ഡേറ്റുകൾ, അല്ലെങ്കിൽ നമുക്കൊരു ദിവസം തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പറയാണ് നമ്മുടെ 1947 നമുക്കറിയാം ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അല്ലേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമാണ് 1947 ഓഗസ്റ്റ് 15. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കാം നമ്മുടെ എക്സാമിന്, ഓഗസ്റ്റ് 15 1947 ഏത് ദിവസമാണെന്ന്. അപ്പോൾ അങ്ങനെ നമുക്കൊരു വർഷവും അതുപോലെ ഡേറ്റ് ഒക്കെ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു ഡേ ഏതെന്ന് കണ്ടെത്താൻ ചോദിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കണം ഒരാൾ. ആ ദിവസം എത്രയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ ആ ദിവസം ഏത് ദിവസമാണ്, തിങ്കൾ മുതൽ വെള്ളി വരെ അല്ലെങ്കിൽ തിങ്കൾ ടു ശനി ഞായർ വരെയുള്ള ദിവസങ്ങളിൽ ഏത് ദിവസമാണ് നമ്മൾ ജനിച്ച ദിവസം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാലണ്ടർ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം കാലണ്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് കാലണ്ടറിൽ ഏറ്റവും ബേസിക് ആയി അറിയുന്ന കാര്യമാണ് നമുക്കറിയാം ഡേ അല്ലേ. ഡേ എന്ന് പറയുന്നത് അല്ലേ, നമുക്ക് വേണമെങ്കിൽ മൺഡേ ടു സൺഡേ ഉള്ള ഡേ ഉണ്ട് അല്ലേ. മൺഡേ അങ്ങനെ 7 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ വരുന്നത് മന്ത് അല്ലേ, മന്ത്. ആ മന്തിന്റെ മുന്നേ വീക്ക് വരുന്നുണ്ട് അല്ലേ. എന്താണ് വീക്ക് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം വീക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ച അല്ലേ. അതായത് 7 ഡേയ്സിനാണ് നമ്മൾ 1 വീക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഒരാഴ്ച അല്ലെങ്കിൽ 7 ഡേയ്സ് ഉദ്ദേശിക്കുന്നതാണ് വീക്ക്. അതുപോലെ മാസം അല്ലെങ്കിൽ മന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം 28 ഡേയ്സ് ഉള്ള മന്ത് ഉണ്ട് അല്ലേ. അതായത് ഫെബ്രുവരിയിൽ 28 ഡേയ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 29 ഡേയ്സ് വരുന്ന മന്തും ഉണ്ട്. അതായത് നമ്മുടെ ഫെബ്രുവരി തന്നെ. പിന്നെ വരുന്നത് 30 ഡേയ്സ് ഉള്ള മന്ത് ഉണ്ട്. അതുപോലെ 31 ഡേയ്സ് ഉള്ള മന്ത് ഉണ്ട്. ഓക്കെ, നമുക്കതൊക്കെ ബേസിക് ആയിട്ട് അറിയുന്ന കാര്യമാണ്. ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊന്നും കൂടുതൽ ഇങ്ങനെ വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. വീക്ക് എന്ന് പറഞ്ഞാൽ 7 ഡേയ്സ് ആണ്. 1 വീക്ക് എന്ന് പറയുമ്പോൾ 7 ഡേയ്സ് അല്ലെങ്കിൽ 7 ദിവസമാണ് ഒരാഴ്ച എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മാസത്തിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 28 ദിവസത്തിന്റെ മാസം ഉണ്ടായിരിക്കും, 29 ഡേയ്സിന്റെ മാസം ഉണ്ടായിരിക്കും, 30 ആൻഡ് 31 ഡേയ്സിന്റെ മാസം ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇയർ ആണ് അല്ലെ. എന്താണ് ഇയർ എന്ന് പറഞ്ഞാൽ വർഷം അല്ലെ. നമുക്കറിയാം ഒരു വർഷത്തിൽ 365 ഡേയ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 366 ഡേയ്സ് ഉള്ള വർഷവും ഉണ്ട്. ഓക്കെ, അതായത് 365 വർഷമുണ്ട്, 365 ദിവസമുള്ള വർഷമുണ്ട്. അതുപോലെ തന്നെ 366 ദിവസമുള്ള വർഷമുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു കാലണ്ടർ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് 1 വീക്ക് എന്ന് പറഞ്ഞാൽ 7 ഡേയ്സ് ആണ്. മന്ത് എന്ന് പറയുമ്പോൾ 28 ഡേയ്സ് ഉണ്ട്, 29 ഡേയ്സ് ഉണ്ട്, 30 ഡേയ്സ് ഉണ്ട്, 31 ഡേയ്സ് ഉണ്ട്. അതുപോലെ ഇയർ എന്ന് പറയുമ്പോൾ 365 ഡേയ്സ് കൂടി ചേർന്നാണ് 1 ഇയർ. അതുപോലെ തന്നെ 366 ഡേയ്സ് ഉള്ള ഇയറും ഉണ്ട്. ഓക്കെ, നോക്കി ബാക്കി നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ 7 ഡേയ്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 365 ഡേയ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 365 ഡേയ്സിൽ എത്ര വീക്ക് ഉണ്ടായിരിക്കും, നമ്മൾ എങ്ങനെ കണ്ടെത്തുക? 365 ദിവസത്തിൽ എത്ര വീക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എത്ര 7 ഡേയ്സ് ഉണ്ടായിരിക്കും. നമുക്കറിയാം ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ് അല്ലേ. അതായത് ഞാൻ ചോദിക്കുന്നത് എന്താണ്, ഒരു വർഷത്തിൽ 365 ദിവസമുള്ള ഒരു വർഷത്തിൽ എത്ര ആഴ്ചകൾ ഉണ്ടായിരിക്കും. നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്താൽ മതി, 365 ഡിവൈഡഡ് ബൈ 7 ചെയ്താൽ മതി അല്ലേ. 365 ബൈ 7 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു 365 ദിവസത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു വർഷത്തിലുള്ള നമ്പർ ഓഫ് വീക്ക് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. 365 ബൈ 7 നമുക്ക് എത്ര കിട്ടും? ക്യാൻസൽ ചെയ്യാം. 5 × 7 35 ആണ്. 1 ബാക്കി. 15 2 7 14. വീണ്ടും 1 ബാക്കിയുണ്ട്. ഓക്കെ, അതിൻ്റെ അർത്ഥം
52 വീക്ക് ഉണ്ടായിരിക്കും 365 ഡേയ്സ് ഉള്ള ഒരു വർഷത്തിൽ. ഓക്കെ, പ്ലസ് എന്തുണ്ട്, ഒന്ന് റിമൈൻഡർ ഉണ്ട് അല്ലേ. 52 × 7 ചെയ്താൽ നമുക്ക് 364 കിട്ടും. പ്ലസ് 1 ഡേ റിമൈൻഡർ ഉണ്ട്. ഓക്കെ, അതായത് 365 ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? 52 ആഴ്ചകൾ പ്ലസ് ഒരു ദിവസം കൂടി ചേർന്നാണ് 365 ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 366 ഡേയ്സ് നോക്കാം. എങ്ങനെ നോക്കുക? 366 ഡേയ്സിൽ എത്ര വീക്ക് ഉണ്ടെന്ന് എങ്ങനെ നോക്കും? 366/7 ചെയ്യാം. എന്ത് കിട്ടും? ഇതേപോലെ തന്നെ 52 വീക്ക് കിട്ടും അല്ലേ. പ്ലസ് എന്തുണ്ടായിരിക്കും? 2 ഡേയ്സും കൂടി അധികം ഉണ്ടായിരിക്കും. ഓക്കെ, 366 ദിവസമുള്ള ഒരു വർഷത്തിൽ 52 ആഴ്ചകളും പ്ലസ് 2 ദിവസം കൂടി അധികം ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് 366 ദിവസമുള്ള വീക്കിന്റെ എണ്ണം. അതുപോലെ തന്നെ 365 ദിവസമുള്ള ഒരു വീക്കിൽ ഒരു വർഷത്തിൽ എത്ര വീക്ക് ഉണ്ടായിരിക്കും? 52 വീക്ക് അല്ലെങ്കിൽ 52 ആഴ്ചകൾ പ്ലസ് ഒരു ഡേയും കൂടി എക്സ്ട്രാ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പുതിയ 2 കോൺസെപ്റ്റുകൾ പറയാൻ പോകുന്നത്, കോൺസെപ്റ്റ് അല്ല, പുതിയ 2 ടേംസ് പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് ലീപ്പ് ഇയറും നോൺ ലീപ്പ് ഇയറും, അല്ലെങ്കിൽ ലീപ്പ് ഇയറും നോർമൽ ഇയറും. ഓക്കെ, ഇവിടെ നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു 52 വീക്കും ഒരു ഡേയും കൂടി ചേർന്ന 365 ദിവസമുള്ള വർഷം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 52 വീക്കും 2 ഡേയും കൂടി എക്സ്ട്രാ ഉള്ള 366 ദിവസമുള്ള വർഷം നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. ഈ 366 ദിവസമുള്ള വർഷത്തിനാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. LEAP. ഓക്കെ, 366 ദിവസമുള്ള ഈ ഒരു വർഷത്തിനാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ലീപ്പ് ഇയറിൽ 52 ആഴ്ചകളും പ്ലസ് 2 ഡേയും കൂടി എക്സ്ട്രാ ഉണ്ടായിരിക്കും, അതായത് 366 ദിവസം. അതുപോലെ തന്നെ 52 വീക്കും ഒരു ഡേയും എക്സ്ട്രാ ഉള്ള, അല്ലെങ്കിൽ 52 വീക്കും ഒരു ഡേയും ഉള്ള ഈ 365 ദിവസമുള്ള വർഷത്തിനാണ് നമ്മൾ എന്ത് പറയാ? നോർമൽ ഇയർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ 2 ടൈം പറഞ്ഞു, ലീപ്പ് ഇയറും നോർമൽ ഇയറും. എന്താ നോർമൽ ഇയർ എന്ന് പറഞ്ഞാൽ 365 ദിവസവും ഉള്ള ആ ഒരു വർഷത്തിനാണ് നമ്മൾ നോൺ ലീപ്പ് ഇയർ അല്ലെങ്കിൽ നോർമൽ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. അതുപോലെ 366 ദിവസമുള്ള ഈ ഒരു വർഷത്തിനാണ് നമ്മൾ എന്ത് പറയുക? ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നമ്മൾ മന്ത്, വീക്ക്, ഇയർ അല്ലേ. ഒരു വീക്ക് എന്ന് പറയുമ്പോൾ 7 ഡേയ്സ് ആണ്. ഒരു മന്ത് എന്ന് പറഞ്ഞാൽ 28 ദിവസമുള്ള മന്ത് ഉണ്ട്, 30 ദിവസമുള്ള മന്ത് ഉണ്ട്, 29 ദിവസമുള്ള മന്ത് ഉണ്ട്, അതുപോലെ 31 ഡേയ്സുള്ള മന്ത് ഉണ്ട്. പിന്നെ ഇയർ വരുന്ന 2 ടൈപ്പ് ഇയർ ഉണ്ട്, അതായത് ലീപ്പ് ഇയറും നോർമൽ ഇയറും. ലീപ്പ് ഇയർ എന്ന് പറയുന്നതാണ് 366 ദിവസമുള്ള ഇയറിനെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയാം. അതുപോലെ 365 ദിവസമുള്ള ഇയറിനെയാണ് നമ്മൾ നോൺ ലീപ്പ് ഇയർ അല്ലെങ്കിൽ നോർമൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എങ്ങനെയാണ് ഇവിടെ ഒരു 366 ദിവസം എക്സ്ട്രാ വരുന്നത്? ഇപ്പൊ നമുക്ക് അറിയുന്ന കാര്യമല്ല. നമുക്കറിയാം ഫെബ്രുവരിയിൽ 4 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും? ഫെബ്രുവരി 28 ഉള്ളതിന് പകരം എന്താവും? ഫെബ്രുവരി 29 കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു ദിവസമാണ് ഇവിടെ എക്സ്ട്രാ വന്നിട്ട് 366 ദിവസമാണത്. അതുകൊണ്ടാണ് ഇവിടെ 52 വീക്കും പ്ലസ് 2 ഡേയ്സ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ 366 ദിവസം ഉണ്ടായിരിക്കും. നോർമൽ ഇയർ ആണെങ്കിൽ അവിടെ 365 ദിവസം ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ടേം പഠിക്കാം, അതായത് ഓഡ് ഡേയ്സ്. ODD, ഓഡ് ഡേയ്സ്. അപ്പോൾ എന്താണ് ഓഡ് ഡേയ്സ് നോക്കാം. നമ്മളിവിടെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 365 ദിവസമുള്ള വർഷമുണ്ട്, അതുപോലെ തന്നെ 366 ദിവസമുള്ള വർഷമുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്തു? 365നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതായത് അതിൽ എത്ര വീക്ക് ഉണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? 7 കൊണ്ട് നമ്മൾ ഹരിച്ചു അല്ലേ. 365 ഡിവൈഡ് ബൈ 7 ചെയ്തപ്പോൾ നമുക്ക് 52 വീക്ക് കിട്ടി, അതായത് 52 ആഴ്ചകൾ പ്ലസ് ഒരു ദിവസം കൂടി എക്സ്ട്രാ ഉണ്ട്. അതുപോലെ തന്നെ 366 ദിവസമുള്ള ആ ഒരു വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ആ വർഷത്തിൽ എത്ര വീക്ക് ഉണ്ടെന്ന് അല്ലെങ്കിൽ എത്ര ആഴ്ച ഉണ്ടെന്ന് നമ്മൾ കണക്ക് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? 366/7 ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? 52 വീക്കും പ്ലസ് 2 ഡേയ്സ് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് അല്ലേ. 52 വീക്കും 52 ആഴ്ചകളും 2 ദിവസം കൂടി ചേർന്ന് എന്തായി? 366 ദിവസമായി. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ. നമ്മൾ പറയാൻ പോകുന്നത് ഓഡ് ഡേയ്സ്. എന്താണ് ഓഡ് ഡേയ്സ്? ഇവിടെ നോക്കാം, ഇവിടെ ഒരു 1 ഡേ എക്സ്ട്രാ ഉണ്ട് അല്ലേ. നമ്മുടെ നോർമൽ ഇയറിൽ
ഒരു ഡേ അല്ലെങ്കിൽ 1 ഡേ എക്സ്ട്രാ ഉണ്ട്. അതുപോലെ തന്നെ ഈ ലീപ്പ് ഇയറിൽ 2 ഡേയ്സ് എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ഒരു ദിവസത്തിനാണ് നമ്മൾ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ ഇയറിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നോർമൽ ഇയറിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട് അല്ലേ? ഒരു നോർമൽ ഇയറിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? ഒരു ഓഡ് ഡേ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ലീപ്പ് ഇയറിൽ എത്ര ഓഡ് ഡേ ഉണ്ടായിരിക്കും? 2 ഓഡ് ഡേ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത്? നമ്മുടെ നമ്പർ ഓഫ് ഡേയ്സിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 52 വീക്ക് കിട്ടി. പ്ലസ് റിമൈൻഡർ അല്ലെങ്കിൽ ബാക്കി അല്ലെങ്കിൽ ബാലൻസ് എത്ര ഉണ്ട്? 2 വരുന്നുണ്ട്. ആ ബാലൻസ് അല്ലെങ്കിൽ ആ റിമൈൻഡർ എന്ത് പറയുന്നത്? നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറയാണ് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് 300 ദിവസമുണ്ട്. ഓക്കെ, 300 ദിവസത്തിനകത്ത് എത്ര ഓഡ് ഡേയ്സ് ഉണ്ട് ചോദിക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ. ചിലപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, നമ്മുടെ എക്സാമിന് ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. 300 ദിവസത്തിനകത്ത് എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് തന്ന ക്വസ്റ്റ്യൻ 300 ഡേയ്സ് ആണ്. ഇതിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട് നോക്കണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ 300 എന്ത് ചെയ്യാം? നമുക്കറിയാം ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? 300ൽ എത്ര വീക്ക് ഉണ്ട് കണ്ടെത്തുക. ഓക്കെ, അതായത് 300/7 ചെയ്യാം. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടുമല്ലോ. ചിലപ്പോൾ അതിൽ ബാലൻസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ റിമൈൻഡർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ റിമൈൻഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. ഇവിടെ ചെയ്യുകയാണെങ്കിൽ 300നെ 7 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 300/7 4 7 28 ബാക്കി 20 2 7 14 ബാക്കി 6, അതായത് 42 വീക്കും 42 വീക്ക് പ്ലസ് 2 14 2 29 6 ഡേയ്സ്. ഓക്കെ, 42 വീക്കും 6 ഡേയും ചേർന്നതാണ് 300 ദിവസം എന്ന് പറയുന്നത് അല്ലേ? 7 14 29 294 300. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ കിട്ടുന്നത് 6 ഡേയ്സ് ആണ്. ഓക്കെ, റിമൈൻഡർ വരുന്നത് 6 ദിവസമാണ്. അപ്പോൾ അതിന്റെ അർത്ഥം ഈ 300 ദിവസത്തിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 6 ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് 50 ദിവസം ഉണ്ട്. ഓക്കെ, 50 ഡേയ്സിനകത്ത് എത്ര നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഉണ്ട്? നമ്മൾ എന്ത് ചെയ്യാം? 50/7 ചെയ്യാം. ഓക്കെ, 50/7 ചെയ്യാം. എത്ര കിട്ടും? നമുക്കറിയാം 7 × 7 49 ആണ്. അപ്പോൾ 7 വീക്കും പ്ലസ് എന്തുണ്ടായിരിക്കും? ഒരു ദിവസം എക്സ്ട്രാ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന അല്ലെങ്കിൽ റിമൈൻഡർ വരുന്ന ആ ഒരു ദിവസത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഡ് ഡേ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ജസ്റ്റ് ഒരു ടേം പോലെ നമുക്കറിയാം നമ്പർ ഓഫ് ഡേയ്സിനെ നമ്പർ ഓഫ് ഡേയ്സിനെ എന്ത് ചെയ്യുക? 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ ഓഫ് ഡേയ്സിനെ എന്ത് ചെയ്യുക? നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ ബാക്കി വരുന്ന റിമൈൻഡർ ആണ് നമ്പർ ഓഫ് ഓഡ് ഡേയ്സ്. ഓക്കെ, നിങ്ങളുടെ ഇക്വേഷൻ പോലെ എഴുതുക. നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് അല്ലെങ്കിൽ ഓഡ് ഡേയ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡേയ്സ് ഡിവൈഡഡ് ബൈ 7. നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ ഇപ്പോൾ കിട്ടി. ആ ആൻസറിന്റെ കൂടെ ബാക്കി വരുന്ന റിമൈൻഡർ ആണ് നമ്മുടെ ഓഡ് ഡേ എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ ചോദിക്കുകയാണ് 35 ദിവസത്തിനകത്ത് ഉള്ള നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാൻ പറയണം. നമ്മൾ എന്ത് ചെയ്യാം? 35/7 ചെയ്യാം. എത്ര കിട്ടും? 35/7 5 × 7 ആണ് 35. ഇവിടെ എന്തില്ല? റിമൈൻഡർ ഇല്ല. അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള ഓഡ് ഡേയ്സ് എത്രയാണ്? 0 ഓഡ് ഡേയ്സ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അവിടെ റിമൈൻഡർ വരുന്നുണ്ടെങ്കിൽ ആ റിമൈൻഡർ ആണ് ഓഡ് ഡേ. റിമൈൻഡർ ഇല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? അവിടെ ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്താണ്? നമ്മൾ പറഞ്ഞു നോർമൽ ഇയറിനകത്ത് ഒരു ഓഡ് ഡേ ഉണ്ടായിരിക്കും. ലീപ്പ് ഇയറിനകത്ത് 2 ഓഡ് ഡേ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ നമ്മൾ പഠിച്ചത് നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് നമ്മൾ എങ്ങനെ കണ്ടെത്തുക? നമ്പർ ഓഫ് ഡേയ്സ് ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? നമുക്കൊരു ആൻസർ കിട്ടും. ചിലപ്പോൾ നമുക്ക് റൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം അവിടെ ബാലൻസ് അല്ലെങ്കിൽ റിമൈൻഡർ ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ വരുന്ന കേസിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 35 ഡേയ്സിന്റെ പറഞ്ഞ പോലത്തെ കേസ് ആണെങ്കിൽ അവിടെ എന്തില്ല? അവിടെ റിമൈൻഡർ ഇല്ല. അതിനർത്ഥം അവിടെ 0 ഓഡ് ഡേയ്സ് ആണ്. അവിടെ ഓഡ് ഡേയ്സ് ഇല്ല.
നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ ഇപ്പോൾ 300 ആണ് വിചാരിക്കുക. 300 ഡേയ്സിൽ എത്ര ഡേ ഉണ്ടായി ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, 300/7 ചെയ്യുക. എന്ത് കിട്ടി, 42 കിട്ടി, പ്ലസ് 6 ബാക്കിയുണ്ട്. അപ്പോൾ ആ ബാക്കി വരുന്ന 6 അവിടുത്തെ നമ്പർ ഓഫ് ഹോൾ ഡേയ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ലീപ്പ് ഇയറും നോർമൽ ഇയറും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണ്, നമുക്ക് ഒരു ഇയർ കണ്ടു കഴിഞ്ഞാൽ അത് ലീപ്പ് ഇയർ ആണോ അല്ലെങ്കിൽ നോർമൽ ഇയർ ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, നമ്മൾ പറയാണ് 2025 ലീപ്പ് ഇയർ ആണോ നോർമൽ ഇയർ ആണോ നമുക്ക് മനസ്സിലാവണം. നമ്മളെങ്ങനെയാണ് കണ്ടെത്തുക? ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക, ലീപ്പ് ഇയർ. ജസ്റ്റ് ഒരു സൈഡിങ് കൊടുക്കുക, ലീപ്പ് ഇയർ. ഓക്കെ, ലീപ്പ് ഇയർ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു വർഷം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ വർഷം ലീപ്പ് ഇയർ ആണോ അല്ലെങ്കിൽ നോൺ ലീപ്പ് ഇയർ ആണോ നമ്മൾ കണ്ടെത്തുക. സപ്പോസ് നമ്മൾ പറയാണ് 1947. ഓക്കെ, ഈ 1947 വർഷം ലീപ്പ് ഇയർ ആണോ നോൺ ലീപ്പ് ഇയർ ആണോ ചോദിച്ചു വിചാരിക്കുക. അല്ലെങ്കിൽ ചോദിച്ചില്ലെങ്കിൽ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ലീപ്പ് ഇയർ ആണോ അല്ലെങ്കിൽ നോൺ ലീപ്പ് ഇയർ ആണോ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എന്തായാലും ഒരു വർഷം കിട്ടിക്കഴിഞ്ഞാൽ ആ വർഷം ലീപ്പ് ഇയർ ആണോ അല്ലെങ്കിൽ നോൺ ലീപ്പ് ഇയർ ആണോ അല്ലെങ്കിൽ നോർമൽ ഇയർ ആണോ കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. അപ്പോൾ നമുക്ക് നമ്മൾ എങ്ങനെ കണ്ടെത്തുക നോക്കാം. നമ്മുടെ വർഷം പറഞ്ഞത് 1947 ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇയർ ഒരു വർഷം തന്നാൽ ആ വർഷം ലീപ്പ് ഇയർ ആണോ അല്ലെങ്കിൽ നോർമൽ ഇയർ ആണോ നമ്മൾ എങ്ങനെ കണ്ടെത്തുക? /4 ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആ വർഷത്തിനെ പൂർണ്ണമായിട്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവിടെ റിമൈൻഡർ ഒന്നും വരുന്നില്ല എങ്കിൽ അതെന്തായിരിക്കും, ഒരു ലീപ്പ് ഇയർ ആയിരിക്കും. അഥവാ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ ബാക്കി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും, അത് നോർമൽ ഇയർ ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കാം, 1947 ഒരു ലീപ്പ് ഇയർ ആണോ നോൺ ലീപ്പ് ഇയർ ആണോ? നമ്മൾ എന്ത് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 19/4 നമുക്കറിയാം, 4 16, ബാക്കി 3, പിന്നെ 34 8 4 32, ബാക്കി 2, 27 6 4 24, ബാക്കി 3, റിമൈൻഡർ ഇവിടെ 3 വരുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, അവിടെ റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ അത് നോർമൽ ഇയർ ആണ്. ഓക്കെ, റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ നോർമൽ ഇയർ ആണ്. അപ്പോൾ 4ന്റെ അതിൻ്റെ അർത്ഥം എന്താണ്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം അല്ലേ? ലീപ്പ് ഇയർ ആണെങ്കിൽ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതായത് 4ന്റെ ഗുണിതങ്ങളായിരിക്കും എന്ത്, നമ്മുടെ ലീപ്പ് ഇയർ വരുന്നത്. സപ്പോസ് നമ്മൾ ചോദിക്കുകയാണ് 2000 അല്ലേ, 2000. 2000 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണോ അല്ലെങ്കിൽ നോർമൽ ഇയർ ആണോ? നമ്മൾ എന്ത് ചെയ്യുക, 2000 /4 ചെയ്യാം. എത്ര കിട്ടും? നമുക്കറിയാം 20/4 5 ആണ്. അപ്പോൾ 2000/4 എന്തോ 500 ആണ് അല്ല, അവിടെ എന്തില്ല, ബാക്കി റിമൈൻഡർ ഒന്നും വരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്, 2000 ഒരു ലീപ്പ് ഇയർ ആണ്. അതായത് 4ന്റെ ഗുണിതമാണ് 2000 അല്ലെ, നമുക്കറിയാം 20 എന്ന് പറഞ്ഞാൽ 4ന്റെ ഗുണിതമാണ് അല്ലെ, 5 × 4 20 ആണ്. അല്ലെങ്കിൽ 2000 എന്ന് പറഞ്ഞാൽ 500 × 4 ആണ്. അവിടെ ബാക്കി ഒന്നും വരുന്നില്ല, റിമൈൻഡർ ഒന്നും വരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്, അതൊരു ലീപ്പ് ഇയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 2000 കഴിഞ്ഞ് ഇനി 2001 ലീപ്പ് ഇയർ ആയിരിക്കുമോ? പറയാൻ പറ്റുമോ? അല്ലേ, 2000 ലീപ്പ് ഇയർ ആണെങ്കിൽ 2001 ലീപ്പ് ഇയർ ആയിരിക്കുമോ? ആയിരിക്കില്ല. കാരണം എന്താണ്, അവിടെ 1 ബാലൻസ് വരും അല്ലേ, 1 റിമൈൻഡർ വരും. അതായത് 2001/4 ചെയ്ത് എന്ത് കിട്ടും, 500 പ്ലസ് 1 അവിടെ ബാക്കി ഉണ്ടായിരിക്കും, 1 റിമൈൻഡർ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, അത് നോൺ ലീപ്പ് ഇയർ ആണ്. 2002 ചെയ്താലോ എന്ത് കിട്ടും, 2002/4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 500 കിട്ടും, പ്ലസ് ഒരു 2 ദിവസം കൂടി അല്ലെങ്കിൽ 2 കൂടി റിമൈൻഡർ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, റിമൈൻഡർ ഉണ്ടെങ്കിൽ അതും ലീപ്പ് ഇയർ ആയിരിക്കില്ല. പിന്നെ ഏതായിരിക്കും ലീപ്പ് ഇയർ വരിക 2000 കഴിഞ്ഞാൽ? നമുക്കറിയാം 4ന്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ എന്തായിരിക്കും, 2000 പ്ലസ് അടുത്ത വരിക പിന്നെ 2004 ആയിരിക്കും ലീപ്പ് ഇയർ വരിക. ഓക്കെ, അതുപോലെ 2004 കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് ലീപ്പ് ഇയർ വരിക, പിന്നെ 4 വർഷം കഴിഞ്ഞിട്ട് 2008. ഓക്കെ, അപ്പോൾ 2008 ലീപ്പ് ഇയർ ആയിരിക്കും. ഇനി 2000ന്റെ തൊട്ട് മുന്നത്തെ ലീപ്പ് ഇയർ ഏതായിരിക്കും, 2000 നിന്ന് 4 കുറയ്ക്കുക അല്ലേ, അതായത് 1996 ആയിരിക്കും 2000 തൊട്ട് മുന്നുള്ള ലീപ്പ് ഇയർ. ആ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ. അതായത് നമ്മൾ
4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റിയ അത് ലീപ്പ് ഇയർ ആയിരിക്കും. അവിടെ ബാലൻസ് അല്ലെങ്കിൽ റിമൈൻഡർ വന്നാൽ അത് നോർമൽ ഇയർ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം 2000 എന്ന് പറഞ്ഞാൽ എന്താണ്, ലീപ്പ് ഇയർ ആണ് അല്ലെ. 2000/4 നമുക്ക് 500 കിട്ടും. അവിടെ റിമൈൻഡർ ഒന്നും വരുന്നില്ല, അത് ലീപ്പ് ഇയർ ആണ്. 2000 ലീപ്പ് ഇയർ ആണെങ്കിൽ അടുത്ത ലീപ്പ് ഇയർ അപ്പോൾ വരും 2000 + 4 2004 ആയിരിക്കും. പിന്നെ 2008 ആയിരിക്കും. പിന്നെ 2012 ആയിരിക്കും. അങ്ങനെ 4ന്റെ ഗുണിതങ്ങളാണ് വരിക. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ റിമൈൻഡ് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. ക്ലിയർ? ഇപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? നമ്മളൊരു വർഷം കിട്ടിക്കഴിഞ്ഞാൽ അത് ലീപ്പ് ഇയർ ആണോ അല്ലെങ്കിൽ നോൺ ലീപ്പ് ഇയർ ആണോ നമുക്ക് കണ്ടെത്താൻ മനസ്സിലായി. ഇപ്പോൾ നമ്മൾ 2 കാര്യം പഠിച്ചു അല്ലേ. ഓൾഡ് ഡേയ്സും പഠിച്ചു, ഒരു വർഷം കിട്ടിയാൽ ലീപ്പ് ഇയർ ആണോ അല്ലെങ്കിൽ നോർമൽ ഇയർ ആണോ കണ്ടെത്താൻ പഠിച്ചു. ഈ രണ്ടും കൂടി കമ്പയർ ചെയ്തൊരു ക്വസ്റ്റ്യൻ പറയാം. അതായത് ജസ്റ്റ് നോക്കുക. 1993 ഒരു വർഷമാണ് 1993. 1993 എത്ര നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഉണ്ട്? 1993 നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എത്രയായിരിക്കും? എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? നമ്മൾ ഇപ്പൊ പഠിച്ച 2 കാര്യങ്ങൾ വെച്ചാണ് ഈ ഒരു കാര്യം സോൾവ് ചെയ്യേണ്ടത് അല്ലേ. 1993 എത്ര നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഉണ്ട്? അവിടെ നോക്കാം. നമ്മൾ ഫസ്റ്റ് 2 കാര്യം പഠിച്ചു, നോർമൽ ഇയറും ലീപ്പ് ഇയറും. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും, നോർമൽ ഇയറിൽ 1 ഓഡ് ഡേ ഉണ്ടായിരിക്കുള്ളൂ. അല്ല, നമ്മൾ പഠിച്ചിട്ടുള്ള എക്സാമ്പിൾ ഒക്കെ പഠിച്ചല്ലേ. അതായത് ലീപ്പ് ഇയർ ആണോ അല്ലെങ്കിൽ നോർമൽ ഇയർ ആണോ എന്നുള്ള എക്സാമ്പിൾ പഠിച്ചു. ഇപ്പോൾ 2000 എന്നുള്ളത് നമ്മൾ എങ്ങനെ നോക്കിയത്? 2000 എന്നുള്ള ഇയർ ലീപ്പ് ഇയർ ആണോ അല്ലെങ്കിൽ നോർമൽ ഇയർ ആണോ നമ്മൾ എങ്ങനെ കണ്ടെത്തി? 2000/4 ചെയ്തപ്പോൾ നമുക്ക് 500 കിട്ടി, റിമൈൻഡർ വന്നിട്ടില്ല. അപ്പോൾ 2000 എന്താണ്? 2000 ഒരു ലീപ്പ് ഇയർ ആണ് അല്ലേ. 2000 ലീപ്പ് ഇയർ ആണെങ്കിൽ അവിടെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും അല്ലേ? നമ്മൾ പഠിച്ചു ലീപ്പ് ഇയർ ആണെങ്കിൽ അവിടെ 2 ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കുക, നോർമൽ ഇയർ ആണെങ്കിൽ അവിടെ 1 ഓഡ് ഡേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് 2000 ലീപ്പ് ഇയർ നമ്മൾ കണ്ടെത്തി. അപ്പോൾ അവിടെ എത്ര ഓഡ് ഡേയ്സ് ആയിരിക്കും? ഇവിടെ ഉണ്ടാകുന്ന 2 ഓഡ് ഡേയ്സ് ആയിരിക്കും അല്ലേ. അതുപോലെ നമ്മൾ 1947 കണ്ടെത്തി അല്ലേ. 1947 എന്താണ്? ഒരു നോർമൽ ഇയർ ആണ്. അവിടെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും? നോർമൽ ഇയർ ആണെങ്കിൽ അവിടെ 1 ഓഡ് ഡേ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. 1 ഓഡ് ഡേ ഉണ്ടായിരിക്കുള്ളൂ. പറഞ്ഞ ക്ലിയർ ആയോ? അതേ സംഭവം ഇവിടെ ഉപയോഗിക്കാം. 1993 എന്നുള്ള വർഷത്തിൽ എത്ര നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഉണ്ട്? നമ്മൾ എന്താ ആദ്യം കണ്ടെത്തേണ്ടത്? 1993 ഒരു ലീപ്പ് ഇയർ ആണോ നോൺ ലീപ്പ് ഇയർ ആണോ കണ്ടെത്തുക. ലീപ്പ് ഇയർ ആണെങ്കിൽ അവിടെ 2 ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും, നോർമൽ ഇയർ ആണെങ്കിൽ അവിടെ 1 ഓഡ് ഡേ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് 1993 എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അവിടെ ബാലൻസ് വന്നാൽ അത് നോർമൽ ഇയർ, ബാലൻസ് ഇല്ലെങ്കിൽ ലീപ്പ് ഇയർ. തൊട്ട് മുന്നേ നമ്മൾ കാര്യം പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം 2000 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ ആണ്. പിന്നെ എപ്പോഴാണ് ലീപ്പ് ഇയർ വരുന്നത്? 2004 ആണ്, പിന്നെ 2008 ആണ്, പിന്നെ 2012 ആണ്. അതുപോലെ 2000 മുന്നേ എപ്പോഴായിരിക്കും? 4 വർഷം മുന്നേ ആയിരിക്കും, അതായത് 1996 അതിന് മുന്നേ എപ്പോഴായിരിക്കും? 1992 വീണ്ടും 4 കുറയ്ക്കുക അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഐഡിയക്ക് വേണ്ടി പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഓരോ മെത്തേഡ്സ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. എന്താ പറയുക, മാക്സിമം സ്പീഡിൽ ചെയ്യാനുള്ള ഓരോ മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് 1993 ലീപ്പ് ഇയർ ആണോ നോൺ ലീപ്പ് ഇയർ ആണോ ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ആവശ്യമില്ല, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം 2000 ലീപ്പ് ഇയർ ആണെങ്കിൽ 96 ലീപ്പ് ഇയർ ആവും. അതിന് മുന്നേ വരുന്നത് പിന്നെ 92 ആണ്. അപ്പോൾ എന്തായിരിക്കും? 93 ഒരിക്കലും ലീപ്പ് ഇയർ ആയിരിക്കില്ല. സംശയം ഉണ്ടോ? നമുക്ക് ചെയ്ത് നോക്കാം. 1993 / 4 എന്ത് ചെയ്യുക? 4 16 ബാക്കി 3 39, 9 4 36 ബാക്കി 3 33, 8 4 32. അവിടെ 1 ഓഡ് ഡേ ഉണ്ട്, 1 ഓഡ് ഡേ ആണ് വരുന്നത്, അല്ലെങ്കിൽ 1 ഡേ എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ, 1 ഡേ എക്സ്ട്രാ വരുന്നുണ്ട്, അതായത് 1 റിമൈൻഡർ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അത് നോർമൽ ഇയർ ആണ്. ഇവിടെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും? നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് 1 ആയിരിക്കും. ഓക്കെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്യാം, വീണ്ടും പ്ലേ ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞത് 1993 ലീപ്പ് ഇയർ ആണോ നോർമൽ ഇയർ ആണോ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക? ബുദ്ധിപരമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? 2000 എന്നുള്ളത് നമുക്കറിയാം, ബൈ ഹാർട്ടാണ് അല്ലേ.
2000 എന്ന് പറയുന്നത് 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യമില്ല. പിന്നെ നമ്മൾ 2000 ലീപ്പ് ഇയർ ആണെങ്കിൽ അതിൻ്റെ മുന്നേ 96 ആയിരിക്കും, അല്ല അതിൻ്റെ മുന്നേ 92 ആയിരിക്കും, അതിൻ്റെ മുന്നേ 88 ആയിരിക്കും, അതിൻ്റെ മുന്നേ 84 ആയിരിക്കും, അതിൻ്റെ മുന്നേ 80 ആയിരിക്കും. അങ്ങനെ ചിന്തിക്കാനുള്ള ആ ഒരു സ്പീഡ് എന്തുണ്ടാക്കണം, നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നിങ്ങളുടെ സ്കില്ല് വളർത്തിയെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ? ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഐഡിയാസ് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ എന്ത് ചെയ്യാം, അത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് നിങ്ങൾ ആ സ്കില്ല് കൂട്ടി കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ പഠിച്ചത് ഇപ്പം എന്താണ്, നമുക്ക് 1993 ലീപ്പ് ഇയർ ആണോ നോൺ ലീപ്പ് ഇയർ ആണോ നമ്മൾ നോക്കി. അത് നോർമൽ ഇയർ ആണ്. ഇപ്പം മനസ്സിലായി, അവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് 1 ഓഡ് ഡേ ആയിരിക്കും. ഓക്കെ, 1 ഓഡ് ഡേ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അടുത്തൊരു എക്സാമ്പിൾ പറയാം. 2006. ഓക്കെ, 2006 എന്നുള്ള വർഷത്തിൽ എത്ര നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും? നമ്പർ ഓഫ് ഓഡ് ഡേയ്സ്. ഞാൻ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആൻസർ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? 2006 എത്ര നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഉണ്ട്? ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. 2006 ഒരു ലീപ്പ് ഇയർ ആണോ അല്ലെങ്കിൽ നോർമൽ ഇയർ ആണോ നമ്മൾ കണ്ടെത്തണം. ലീപ്പ് ഇയർ ആണെങ്കിൽ അവിടെ 2 ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും. നോർമൽ ഇയർ ആണെങ്കിൽ അവിടെ 1 ഓഡ് ഡേ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ? നമുക്കറിയാം 2000 ലീപ്പ് ഇയർ ആണ്, കാരണം 2000/4 500 ആണ്. അവിടെ റിമൈൻഡർ ഇല്ല. 2000 കഴിഞ്ഞാൽ അടുത്ത ലീപ്പ് ഇയർ 2004 ആണ്. പിന്നെ വരുന്നത് 2008 ആണ്. അപ്പോൾ 2006 എന്തല്ല, ലീപ്പ് ഇയർ അല്ല അല്ലേ? ഇതൊരു നോർമൽ, 2006 ഒരു നോർമൽ ഇയർ ആണ്. സോ നോർമൽ ഇയർ ആണെങ്കിൽ അവിടെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കുള്ളൂ? അവിടെ 1 ഓഡ് ഡേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ റീസണിങ്ങിൻ്റെ 3ാമത്തെ ക്ലാസ് ആയിരുന്നു ഇത്. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ അത്യാവശ്യം നമ്മുടെ കാലണ്ടറാണ് പഠിച്ചുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് പാർട്ട് 1 അതുപോലെ പാർട്ട് 2 എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാർട്ട് 1 ആണ് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം. ഓക്കെ, അപ്പം നമ്മൾ കലണ്ടറിൻ്റെ ബേസിക് തൊട്ട് ഒരു ബേസിക് നമ്മളിപ്പോൾ ഏകദേശം ഒരു 20-25% നമ്മൾ പഠിച്ചു. കലണ്ടറിൽ ഒരു 25% പഠിച്ചു. 25 അല്ല, ഒരു 40% നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. കാരണം ഈ ഒരു ബേസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇനി വരാൻ പോകുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 40% നമ്മളിപ്പം കാലണ്ടറിലെ ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കി വരുന്ന 60% നമ്മൾ അടുത്ത പാർട്ടിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും കാണാം. ഇത് പാർട്ട് 1 ആണ്. ആദ്യം ഈ ക്ലാസ് കാണണം. ഈ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, നിങ്ങൾ പാർട്ട് 2 കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. അതുപോലെ പറയാനുള്ളത്, നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ നവംബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികളൊന്നുമില്ല, വളരെ കുറച്ച് കുട്ടികളുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന ആളുകളോ അല്ലെങ്കിൽ ജസ്റ്റ് പാസ് ഔട്ട് ആയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയാം, ക്ലാസ് ഉണ്ട്, ഞാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലാസ് കൊള്ളാമെങ്കിൽ അവർക്ക് റെഫർ ചെയ്യാം. അതുപോലെ അവർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ ക്രാക്ക് ചെയ്ത് ഒരു ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ റെയിൽവേയിലോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലിയൊക്കെ നടത്താൻ താല്പര്യമുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക, അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പാർട്ട് 1 ആണത്. നമ്മൾ പാർട്ട് 2 ഉടനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.